ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, ഇവിടെ 2 കാർഡ്സാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് ചൂസ് ചെയ്യൂ. ഫോർ ദാറ്റ്, കാർഡ് 1 ഈസ് ദിസ് വൺ ആൻഡ് കാർഡ് നമ്പർ 2 ഈസ് ദിസ് വൺ. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് ചൂസ് ചെയ്തോളൂ. ഓക്കെ, ഫയൽ നമ്പർ 1, വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? കാർഡ് നമ്പർ 1, ഈ നിമിഷം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? കാർഡ് നമ്പർ 1. ഓക്കെ, ഈ വ്യക്തി എന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഓക്കെ, ഫോർ കാർഡ് നമ്പർ 1, വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു. ഓക്കെ, ഈ ഒരു നിമിഷം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? കാർഡ് നമ്പർ 1, വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഓക്കെ, ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? കാർഡ് നമ്പർ 1, card 1, do they think about you right now? What do they think about you right now? Okay, എന്താണ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഈസ് ഹിയർ ആൻഡ് ദെൻ ഓക്കെ ദ ലവേഴ്സ്. ഓക്കെ, മാസ്റ്റർ കാർഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയത്. ദ ലവേഴ്സ് എന്നുള്ള കാർഡാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു കാർഡാണ്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണ് എങ്കിൽ പോലും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റീയൂണിയനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ കണ്ടുമുട്ടുന്നതിനെ പറ്റി, നിങ്ങളുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങളോട് ഒരുമിച്ചിരിക്കുന്ന നിമിഷത്തെ പറ്റിയൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, ആ ഒരു മൊമെൻറ്റ് അവരുടെ മനസ്സിൽ അവർ ഇമാജിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളും ആ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു കണക്ഷനെ കുറിച്ച് അവർ അമിതമായി ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അവരുടെ ലൈഫിൽ മറ്റൊരു കാര്യവും അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പോലും ആ വ്യക്തിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങളുമായിട്ട് ഈ വ്യക്തി ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ നേരിട്ട് കാണാൻ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം റിപ്പീറ്റായിട്ട് നമുക്കിവിടെ കാർഡിലൂടെ വ്യക്തത വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, അത്രയും അവർ സ്ട്രഗിൾ ചെയ്യാണ്. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ പലപ്പോഴും നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു സെപ്പറേഷൻ അവരെ അത്രമാത്രമാണ് വേദനിപ്പിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവർക്ക് നിങ്ങളില്ലാണ്ട് കഴിയുന്നില്ല, അവർക്ക് നിങ്ങളില്ലാതെ അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയുന്നില്ല. അത്രയും അവർ സ്ട്രഗിൾ ചെയ്യാണ് ഈ ഒരു സാഹചര്യത്തിൽ. ഓക്കെ, യെസ്, ന്യൂ ബിഗിനിങ്, വളരെ പോസിറ്റീവ് എനർജിയാണ് ലഭിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ സംഭവിക്കുകയാണ്. ഒരു മിറാക്കിൾ പോലെ ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുകയാണ്. അത്രയും ഒരു സന്തോഷത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്. അതായത് നിങ്ങളെ മീറ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിക്കൺസിലേഷൻ പോസിബിൾ ആകാൻ പോകുന്നു എന്ന് ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുകയാണ്. ഓക്കെ, ആ ഒരു ഡിസിഷൻ മേ ബി അവരെടുത്തിട്ടുണ്ടാവാം. ഓക്കെ, യെസ്, മേ ബി ഈ റിലേഷൻഷിപ്പ് പലർക്കും എൻഡായി പോകുന്നു എന്ന് പോലും തോന്നുന്ന ഒരവസരത്തിൽ
ഒരിക്കലും ഈ കണക്ഷൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നതല്ല. നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ കഴിയില്ല. ഒരിക്കലും ഈ വ്യക്തിയെ മറക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവാം. എത്രമാത്രം സെപ്പറേറ്റഡ് ആയിരുന്നാൽ പോലും ഈ വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ വളരെയധികം സ്ട്രോങ് ആകുന്നതിനെ പറ്റി നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, യെസ്, അത്രയും അൺകണ്ടീഷണലായിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുകയാണ്. ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടെന്ന പോലുള്ള ഒരു പ്രണയം, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ളൊരു സ്നേഹം ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. നിങ്ങളോട് ഇതുവരെയും എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്തൊരു പ്രണയം, വളരെ സീക്രട്ടായിട്ട് അവരുടെ ഉള്ളിലുള്ള ഒരു സ്നേഹമാണ് ഇപ്പോൾ ആ വ്യക്തിയിലുള്ളതെന്ന് കാണുന്നുണ്ട്. ആൻഡ് യെസ്, വളരെ ഡീപ്പ് പാഷനാണ് അവർക്കുള്ളത്. അതായത് എത്രയും വേഗം നിങ്ങളുടെ അരികിൽ വന്ന് ചേരണം എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ ഈ വ്യക്തി ഉള്ളത്. അത്രയും മേ ബി അവർക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ടാവണം. നിങ്ങളുടെ അരികിൽ വന്ന് ചേരാനുള്ള ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവസരം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് അവർ മുന്നോട്ട് പോകുന്നതെന്ന് കാണുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളുടെ അരികിൽ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ള ഓരോ മൊമെൻറ്റ്സും ആ വ്യക്തിക്ക് അത്രയും പ്രഷ്യസ് ആണ്. ഓക്കെ, അവർ നിങ്ങളെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അത്രയും വലിയൊരു സ്ഥാനമാണ് ഈ വ്യക്തി നൽകിയിട്ടുള്ളത്. ഓക്കെ, അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും അതിനെല്ലാം അവഗണിച്ച് തന്നെ നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകാൻ ഈ വ്യക്തി ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണ്. അവരുടെ ലൈഫിലെ സന്തോഷം നിങ്ങളാണ്, അവരുടെ ലൈഫിലെ പ്രകാശം നിങ്ങളാണ് എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അവർ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത്. അത്രയും പോസിറ്റിവിറ്റി നിറഞ്ഞൊരു സ്പ്രെഡാണിത്. ഓക്കെ, എനിക്ക് പറയാൻ തന്നെ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു. ഓക്കെ, ആ ഒരു ചിന്ത, ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ, ഈ വ്യക്തി എന്താണിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. വാട്ട് ദേ വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ അവർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഐ കാൺട്ട് ഗിവ് യു ഫാൾസ് ഹോപ്പ്. ഓക്കെ, ഒരിക്കലും തെറ്റായിട്ടുള്ള രീതിയിലൊന്നും നിങ്ങൾക്കൊരു പ്രതീക്ഷ നൽകാൻ ആഗ്രഹിക്കുന്നില്ല ഈ വ്യക്തി. ആൻഡ് പ്ലീസ് ഫർഗീവ് മീ, ഐ എം സോറി. ഓക്കെ, അവർ ചെയ്തു പോയ തെറ്റുകൾക്ക് അവർക്ക് നിങ്ങൾ ക്ഷമ കൊടുക്കണം എന്ന് പറയുകയാണ്. ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം. ഓക്കെ, തീർച്ചയായിട്ടും ഒരു പെർഫെക്റ്റ് ടൈമിൽ നിങ്ങളുടെ മുന്നിൽ അവർ വന്ന് ചേരും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആൻഡ് ഐ വോണ്ട് യു ടു ബി ഹാപ്പി. ഓക്കെ, നിങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഐ എം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ, ലവ് യു. ഓക്കെ, നിങ്ങളെ അവർക്ക് ലഭിച്ചതിൽ അത്രയും ഒരു സൗഭാഗ്യം അവർക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ഈ വ്യക്തി. ഓക്കെ, യു ആർ മൈ കൗണ്ടർ പാർട്ട്. ഓക്കെ, അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് നിങ്ങൾ എന്ന് പറയാണ്. ഡ്രീമിങ് അബൌട്ട് യു ഓൾ ദി ടൈം. എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. യു ആർ മൈ സോൾമേറ്റ്. ഓക്കെ, നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ് എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഓക്കെ, അവരുടെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് ഒരിക്കലും അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ആൻഡ് ഐ വിൽ മെസ്സേജ് യു സൂൺ. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങൾക്കൊരു മെസ്സേജ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വി വിൽ ബി ടുഗദർ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് എന്ന് പറയുകയാണ്. ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ്. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി അതിനു വേണ്ടി തന്നെ ഫൈറ്റ് ചെയ്യും എന്ന് പറയുകയാണ്. ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു സംതിങ്. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങളോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ തുറന്ന് പറയാനും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം.
Okay, clues connecting to this relationship. Card number 1, clues connecting to this relationship. Okay, very close വന്നിട്ടുണ്ട്. ലെറ്റർ എം. സെൻസിറ്റീവ് ആണ് ഈ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്. എബ്രോഡ് ആണ് ഉള്ളത്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ആയിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ടും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. റെയിൻബോസിന് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ടാവാം. ലെറ്റർ ഐ. ഏപ്രിൽ മന്ത് ഈസ് significant for this relationship. Number 32, blue color. Okay, 639 എന്നുള്ളൊരു നമ്പർ വന്നിട്ടുണ്ട്. ഒരു ഏഞ്ചൽ നമ്പറാണ്. 777, അനദർ ഏഞ്ചൽ നമ്പർ. നമ്പർ 6. ഓക്കെ, ഹീലർ. ഓക്കെ, ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. ഓക്കെ, പോസിബിലിറ്റി ആണ് വന്നിട്ടുള്ളത്. പർപ്പിൾ കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം. വൈറ്റ് ബട്ടർഫ്ലൈസ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം. അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ക്യാരക്ടറുള്ള വ്യക്തികളുണ്ടാവാം. മെയ് മന്ത്. ഓക്കെ, നമ്പർ 10, നമ്പർ 9. മെഡിക്കൽ ഫീൽഡ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവാം. November month. Okay, 26. February month. Okay, within 3 months. Long hair, നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ലോങ് ഹെയർ ഉണ്ടായിരിക്കാം. ബ്ലൂ കളർ. ഓക്കെ, ലോയർ, അവരോ അല്ലെങ്കിൽ നിങ്ങളോ ലോയർ ആയിരിക്കാം. നമ്പർ 14, നവംബർ മന്ത്. വിത്തിൻ അവേഴ്സ്. ഓക്കെ, മണിക്കൂറുകൾക്കുള്ളിൽ എന്നുള്ള പോസിബിലിറ്റി ആണ്. ലെറ്റർ എഫ്. 11, സെപ്റ്റംബർ മന്ത്. ലെറ്റർ ബി. നമ്പർ 12, ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിന് എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടാവാം. മെഡിക്കൽ ഫീൽഡ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യുക. 11 എന്നുള്ള ഒരു ഏഞ്ചൽ നമ്പറാണ് വന്നിട്ടുള്ളത്. ലെറ്റർ ജെ. 27, വൈറ്റ് കളർ, ചിലപ്പോൾ ഫേവറേറ്റ് കളർ ആയിരിക്കാം. ലെറ്റർ ഇ. ടുഡേ ഇറ്റ് സെൽഫ്. ഓക്കെ, ഇന്നത്തെ ദിവസം തന്നെ എന്ന് പറയുന്നുണ്ട്. നമ്പർ 10, ലെറ്റർ ഇ. ലെറ്റർ ഐ. നമ്പർ 16, നമ്പർ 1. ഫെബ്രുവരി മന്ത്. ജൂലൈ. 33. ലോങ് ഹെയറും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, 22 ആൻഡ് 333 എന്നുള്ള ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട്. ലെറ്റർ പി. ലെറ്റർ എൽ. നമ്പർ 30. മെയ് മന്ത് ആൻഡ് വൈറ്റ് ബേർഡ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റിസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, പൈൽ നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പൈൽ നമ്പർ 1 റെസണേറ്റ് ആവാത്തവർ പൈൽ നമ്പർ 2 ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പൈൽ നമ്പർ 2ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് പൈൽ നമ്പർ 2. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? പൈൽ നമ്പർ 2. What do they think about you right now? Pile number 2. ഈ ഒരു പേഴ്സൺ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? Pile number 2. What do they think about you? Pile number 2. What do they think about you? What do they think about you? ഈ നിമിഷം അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? What do they think about you? ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? What do they think about you? What do they think about you? File number 2. What do they think about you? File number 2. What do they think about you? File number 2.
Okay, one more card. What do they think about you? Pile number 2. ഓക്കെ, പൈൽ നമ്പർ 2 ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നോക്കാം. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോസ് ഫീലിംഗ് കാണുന്നുണ്ട്. അതായത് അവർക്ക് അവരുടെ ലൈഫിൽ നിന്ന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു പേഴ്സൺ നഷ്ടമായി പോയി എന്നുള്ളൊരു ഫീലിംഗ് ആണ് കാണുന്നത്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള സെപ്പറേഷൻ ആയിരിക്കാം. ഈ വ്യക്തി അത്രയും വേദനിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ കാണുന്നുണ്ട്. കാരണം അവരായിട്ട് തന്നെ ചിലപ്പോൾ ചെയ്തു പോയൊരു തെറ്റുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ ഒരു റീസൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് അവർ തെറ്റ് ചെയ്തു പോയി എന്നുള്ളൊരു ഫീലിംഗ് അവർക്കിപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അവരൊത്തിരി കൺഫ്യൂസ്ഡ് ആണ്. അവർ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈവൻ അവർക്ക് അനുകൂലമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളല്ല എങ്കിൽ പോലും അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, 10 ഓഫ് കപ്സ്. നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള മീറ്റിങ്ങിന് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായിട്ട് ഒന്നിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ച് അവരിപ്പോൾ ഓരോ സമയത്തും ചിന്തിക്കുന്നുണ്ട്. അത്രയും നിങ്ങൾ കൊടുത്തിട്ടുള്ള കെയർ, അറ്റൻഷൻ ഒന്നും അവർക്ക് ലൈഫിൽ മറ്റെങ്ങു നിന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ലൈഫിൽ നിന്ന് ഈ ഒരു സന്തോഷം നഷ്ടമാകാൻ അവർ അനുവദിക്കില്ല. അതുകൊണ്ട് എന്ത് സാഹചര്യമായിരുന്നാലും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രണയമാണ് ഇതെന്ന് അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. വളരെ ശക്തമായിട്ടുള്ള ഒപ്പോസിഷൻസ് ഒക്കെ കാണുന്നുണ്ട്. മേ ബി ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, ചില ജീവിത സാഹചര്യങ്ങളായിരിക്കാം ഈ വ്യക്തിയെ ഒരുപാട് നിങ്ങളിൽ നിന്നും അകറ്റുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ വ്യക്തി അതിനെല്ലാം ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഒപ്പോസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എന്ത് സാഹചര്യം വരുന്നാലും അതിനെല്ലാം മറികടന്നുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. യെസ്, നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് തന്നെ ഈ വ്യക്തിക്കും ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകരുത് എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ്, നിങ്ങൾ അവരിൽ നിന്നും അകന്നു പോവുകയാണോ എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരിക്കലും മറ്റൊന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല. ഓക്കെ, യെസ്, അവർക്ക് ആ ഒരു എക്സ്പെക്റ്റേഷനാണുള്ളത്, അവർ ആ ഒരു സന്തോഷത്തിലാണുള്ളത്. ഓക്കെ, ഏത് തരത്തിലെങ്കിലും നിങ്ങളുടെ അരികിൽ വന്നു ചേരണം. അതിന് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും എന്ത് മാത്രം കഷ്ടപ്പെടാനും ശ്രമിക്കാനും ഒക്കെ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ്. ഓക്കെ, യെസ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഇത് മാറണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും തന്നെ എൻഡായി പോകുന്നതല്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു സന്തോഷം ഈ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. നിങ്ങൾക്കും അവർക്കും ഇടയിലുള്ള പാത്ത് എപ്പോഴും ക്ലിയർ ആണ്. എന്ത് തടസ്സമായിരുന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ അവരിലേക്ക് വന്നു ചേരും, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളിലേക്ക് വന്നു ചേരാൻ കഴിയുമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. യെസ്, അത്രയും അൺകണ്ടീഷണൽ ലവ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവരോട് ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ലാത്ത അത്രയും തീവ്രമായിട്ടുള്ളൊരു പ്രണയം അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ആ പ്രണയവുമായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, നൈറ്റ് ഓഫ് കപ്സ്. ഇതിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഒന്നും തന്നെ ഇല്ല. അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കൈകളിലൊരു ബഞ്ച് ഓഫ് റോസസ് ആണ് കാണുന്നത്. അത്രയും അതായത് ഒരു പ്രണയം റീസ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്ത് എങ്ങനെയാണോ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഉണ്ടായിരുന്നത് അതുപോലുള്ള ഫീലിങ്സ് ഒക്കെ അവർക്കിപ്പോൾ അവരുടെ ഉള്ളിൽ വരുന്നുണ്ട്. ഓക്കെ, അത്രയും സ്ട്രോങ് ആയിട്ട് അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരു സോൾ കണക്ഷൻ പോലും അവർക്കിപ്പോൾ ഫീൽ ചെയ്യണം. അത്രയും സ്പിരിച്വലി കണക്റ്റിംഗ് ആയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ ആ ഒരു സോൾ ബോണ്ടിങ് എന്ന് പറയുന്നത് അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയും ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കുന്നില്ല. അവരെങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടുള്ള റിക്കൺസിലേഷന് ഉള്ള പോസിബിലിറ്റിയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഫയൽ നമ്പർ 2.
വാട്ട് ദേ വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? പൈൽ നമ്പർ 2. വാട്ട് ദേ വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? പൈൽ നമ്പർ 2. വാട്ട് ദേ വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, യു വെർ റോങ്. ഓക്കെ, നിങ്ങൾ അവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾ അവരെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതൊക്കെ തെറ്റാണ് എന്നവർ നിങ്ങളോട് പറയാണ്. പ്ലീസ് ഫർഗീവ് മീ, ഐ എം സോറി. ഓക്കെ, അവരോട് നിങ്ങൾ ക്ഷമിക്കുക, അവർ സോറി പറയുകയാണ് നിങ്ങളോട്. ആൻഡ് യു ആർ മൈ സോൾമേറ്റ്, ഐ ലവ് യു അൺകണ്ടീഷണലി. ഓക്കെ, അവർ നിങ്ങളെ അൺകണ്ടീഷണലായിട്ട് തന്നെ, ഉപാധികളില്ലാതെ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. യു സ്റ്റിൽ ഹോൾഡ് ദ കീ ടു മൈ ഹാർട്ട്, ഐ ലവ് യു സോ വെരി മച്ച്, ലവ് യു എ ലോട്ട്. ഓക്കെ, ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു താക്കോല് നിങ്ങളുടെ കൈകളിലാണ് എന്നവർ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത്രയും അവർ നിങ്ങളോട് സ്നേഹം കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ട്ണർ. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് കാണാൻ അവരിഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ഐ എം വാച്ചിങ് ഫ്രോം ദി ഔട്ട്സൈഡ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. സീക്രട്ടായിട്ട് നിങ്ങളെ അവർ വാച്ച് ചെയ്യുന്നുണ്ട്, അവർ സ്പൈ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയോ മറ്റ് വ്യക്തികളിലൂടെയോ ഒക്കെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ്. ഈ ഭൂമിയിലെ തന്നെ സ്വർഗമാണ് നിങ്ങൾ എന്നവർ ചിന്തിക്കുകയാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വി വിൽ ബി ടുഗദർ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത്. സോറി, ഐ വിൽ മെസ്സേജ് യു സോൺ. ഓക്കെ, അവർ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ എം സോറി. ഓക്കെ, നിങ്ങളോട് അവർ സോറി പറയുകയാണ്. ആൻഡ് ഇൻറ്റൻസ് ഡിസയർ ടു സീ യു. ഓക്കെ, ലുക്ക് അറ്റ് ദിസ്. അവർ നിങ്ങളെ നേരിട്ട് കാണാൻ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സോടു കൂടി അവർ പറയുന്നതായിട്ടാണ്. ആൻഡ് വിൽ യു വെയിറ്റ് ഫോർ മീ. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. ആൻഡ് യു മേക്ക് മീ ഹോപ്പ്ഫുൾ. അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രതീക്ഷ നൽകിയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, ആൻഡ് ഫൈനലി ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക്. ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ പോലും നിങ്ങളുടെ അരികിൽ വന്ന് ചേരണമെന്നും നിങ്ങളോട് റിയൂണിയൻ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണത് പോസിബിൾ ആകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഈ വ്യക്തിക്കുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പൈൽ നമ്പർ 2 നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്ക് ഒന്ന് നോക്കാം. Pile number 2, clues connecting to this relationship. Pile number 2, clues connecting to this relationship. Pile number 2. Okay, 222 എന്നുള്ളൊരു ഏഞ്ചൽ നമ്പറാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. അപ്പോൾ ഈ നമ്പർ ചിലപ്പോൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ടാവാം. 42 ഒരു ഏജ് ആയിരിക്കാം. നമ്പർ 16 യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ്. ലോങ് ഹെയർ ആയിട്ടുള്ള വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം. ടോക്കറ്റീവ് ആണ്. ഓക്കെ, ആൻഡ് കാപ്രിക്കോൺ എന്നുള്ളൊരു സോഡിയക് സൈൻ ഉണ്ട്. ഈ ഒരു സോഡിയക് സൈനിലുള്ളവർ കമൻറ്റ് ചെയ്യുക. ഹെൽത്ത് ഇഷ്യൂ, ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. നവംബർ മന്ത് നമ്പർ 1, ലെറ്റർ എഫ് ആൻഡ് 22 എന്നുള്ളൊരു നമ്പർ വന്നിട്ടുണ്ട്. ആൻഡ് നവംബർ മന്ത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് ഉണ്ടാവാം. ലെറ്റർ ഐ വിത്തിൻ 48 hours എന്നുള്ളൊരു പോസിബിലിറ്റിയും വന്നിട്ടുണ്ട്. ലെറ്റർ എ, ലെറ്റർ ഇ, ലെറ്റർ എൽ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടാവാം. Golden color is significant for this relationship. Red color, letter M. 11, 12, 11. ഓക്കെ, ഒരു ഏഞ്ചൽ നമ്പർ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം. ലെറ്റർ ജെ, നമ്പർ 10, നമ്പർ
30 ജെമിനി എന്നുള്ളൊരു സോഡിയാക് സൈനാണ്. ഈ ഒരു സൈനിലുള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം. 7 ഡേയ്സ് വന്നിട്ടുണ്ട്. O, ലെറ്റർ G, നമ്പർ 9, 27, 23, മെയ് മന്ത്, നമ്പർ 15, ജനുവരി മന്ത്. ഓക്കെ, ഒത്തിരി ക്ലോസ് വന്നിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡ് വന്നിട്ടുണ്ട്. ആൻഡ് ലവബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ആൻഡ് ഗ്രീൻ കളർ, ലെറ്റർ H, ലെറ്റർ C, നമ്പർ 11, ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം. ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ളവരായിരിക്കാം. ലോയർ വന്നിട്ടുണ്ട്. ലെറ്റർ U ആൻഡ് ലെറ്റർ M. ഡിസംബർ മന്ത്, നമ്പർ 14, 27 ആൻഡ് ടാറ്റു ആർട്ട് ആൻഡ് ഫൈനലി നമ്പർ 30. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, പൈൽ നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പൈൽ നമ്പർ 2 റെസനേറ്റ് ആവാത്തവർ പൈൽ നമ്പർ 1 കണ്ടു നോക്കുക. അപ്പോൾ റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.